ക്രിസ്ത്യാനിയുടെ മകനായതുകൊണ്ട് നിന്നെ ക്രിസ്തു ആക്സെപ്റ്റ് ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ മകനായി തീരണമെങ്കിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെയാണ് യേശു നിനക്ക് വേണ്ടി മരിച്ചെന്ന് എപ്പോൾ നീ വിശ്വസിച്ച് നിൻ്റെ വായ് കൊണ്ട് ഏറ്റു പറയുന്നു, അപ്പോൾ നീ ദൈവത്തിൻ്റെ മകനായി തീരും. ഹല്ലേലൂയ. ലോകത്തിൽ രണ്ട് കൂട്ടരേ ഉള്ളൂ, ഒന്ന് ദൈവത്തിൻ്റെ മക്കളും മറ്റേത് ലോകത്തിൻ്റെ മക്കളും. വേറൊന്നും ദൈവം ഉണ്ടാക്കിയിട്ടില്ല. ദൈവം മനുഷ്യനെ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ദൈവം ഒരു മതവും ഉണ്ടാക്കിയില്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മളൊരിക്കലും ഒരു മതം മാറ്റമല്ല പറയുന്നത്, നമ്മൾ പറയുന്ന മനം മാറ്റമാണ്. മാനസാന്തരപ്പെട്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത്. ആകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. മനസ്സിന് വരുന്ന രൂപാന്തരമാണ് മാനസാന്തരം. ഹല്ലേലൂയ. അങ്ങനെ പാപസംബന്ധമായി മരിച്ചുവെങ്കിൽ അവർ യേശുവിനോട് ചേരുവാൻ സ്നാനമേക്കണം. പെന്തക്കോസ്തിൽ ചേരുന്നതല്ല സ്നാനം. ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രി അത് തിരുത്തി ചിന്തിക്കണം. യേശുവിനോട് ചേരുക. യേശു നിനക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടതുപോലെ നീയും പാപസംബന്ധമായി മരിച്ച് യേശുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുവാൻ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുന്നു. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ അവനോടുകൂടെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നു. ഹല്ലേലൂയ. അവൻ ആരൊക്കെയോ ഇങ്ങനെ എന്താ പറയുന്നത്, പിശാച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാതെ പെന്തക്കോസ്തിൽ ചേരാൻ. എന്തിനാ നീ പെന്തക്കോസ്തിൽ ചേരുന്നത്? നീ യേശുവിനോടാ ചേരേണ്ടത്. ഹല്ലേലൂയ. അവൻ എന്നോട് കർത്താവ് പറഞ്ഞിട്ടാ ഞാൻ സ്നാനമേറ്റത് കേട്ടോ. ഞങ്ങളുടെ ഒന്നും കുടുംബത്തിൽ സ്നാനപ്പെട്ടവരാരുമില്ല. എന്നോട് കർത്താവ് പറഞ്ഞു. കാരണം എന്താണെന്നറിയാം, ഈ പാവപ്പെട്ട ദൈവമക്കൾ എൻ്റെ അടുത്ത് വന്ന് സുവിശേഷം പറയുമ്പോൾ എനിക്ക് അവരെ ഉൾക്കൊള്ളാനേ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ ബിഷപ്പുമാർ വലിയ ഡോക്ടറേറ്റ് ഉള്ളവർ പോലും ഒന്നും പറയുന്നില്ല, പിന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഇൻ്റർനെറ്റ് കൊണ്ടുവന്നു, DTP കൊണ്ടുവന്നു, ബിസിനസ്സിലായിരുന്നുകൊണ്ട് ഞാൻ നല്ല ഒരു സെയിൽസ് പേഴ്സൺ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവരങ്ങനെ പറഞ്ഞിട്ട് ഇവരുടെ യേശുവിനെ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് വരണ്ട. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഈ ദൈവം എന്നോട് സംസാരിക്കട്ടെ. ദൈവമേ, ഞാൻ അറിഞ്ഞില്ല ദൈവം സംസാരിക്കുമെന്ന്. പണ്ട് യേശു ഉണ്ടായിരുന്നപ്പോൾ സക്കായിയെ ഇറങ്ങി വാന്നൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയാം. അല്ലാതെ ഇപ്പം യേശു നമ്മളോട് സംസാരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇവരെ പറഞ്ഞു വിടാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു സൂത്രമാ, അങ്ങനെയാണ് ദൈവം എന്നോട് സംസാരിക്കട്ടെ. ദൈവം സംസാരിക്കലെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. പക്ഷേ അന്നേക്ക് 9 വർഷത്തിന് ശേഷം മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ ദൈവം എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. എൻ്റെ ഇളയ മകൻ അന്നേരം, എൻ്റെ മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞ് ഇളയ മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, MCOM പഠിക്കുക. ഞാൻ അവിടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറയും ഇങ്ങനെ. അപ്പം ഞാനിങ്ങനെ ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാനിങ്ങനെ ഒരു കൊച്ചു മിടുക്കിയായിരുന്നു അന്നൊക്കെ. ഇന്ന് വെറും മണ്ടിയാണ്. ക്രിസ്തുവിൽ മണ്ടരാകാൻ ആ കൃപ വേണ്ടിയത്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഇളയ മകൻ്റെ വിവാഹം കഴിയട്ടെ, അങ്ങനത്തെ ഞാൻ സ്നാനപ്പെടാം. ഞങ്ങളുടെയൊക്കെ പോലെ വലിയ കുടുംബ പേര് പറയുന്നവർ, വലിയ കുടുംബമാണെന്നൊന്നും പറയുന്നില്ല, കുടുംബ പേര് പറയുന്നവർക്കൊക്കെ സ്നാനപ്പെടുക എന്നൊക്കെ പറയുന്ന വലിയ ആക്ഷേപമാണ്. അവർ പറയുന്നത് ഞങ്ങളൊക്കെ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല. അല്ല, അവരാരും ക്രിസ്ത്യാനിയല്ല. ഹല്ലേലൂയ. ക്രിസ്ത്യാനി എന്ന അന്ത്യോക്യയിൽ വെച്ച് യേശുവിൻ്റെ ശിഷ്യന്മാരെ കളിയാക്കി വിളിച്ച പേരാ ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി എന്നുള്ള പേരിൻ്റെ അർത്ഥം ക്രിസ്തുവിനുള്ളവനെന്നാ. ഹല്ലേലൂയ. യേശുവിൻ്റെ പുറകെ നടന്നവരെ അവർ കളിയാക്കി വിളിച്ച ആക്ഷേപ പേരാണ് ക്രിസ്ത്യാനി. അതുകൊണ്ട് നിൻ്റെ അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ടൊന്നും നീ ക്രിസ്ത്യാനി ാകത്തില്ല. നീ ക്രിസ്തുവിലാകണമെങ്കിൽ യേശുവിനെ കർത്താവെന്നും രക്ഷിതാവെന്നും നിന്റെ വായ് കൊണ്ടേറ്റു പറഞ്ഞ്, യേശു മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, അവനിൽ പാപമില്ലായിരുന്നു, എൻ്റെ പാപത്തിന് പകരമായി യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഞാൻ ദൈവത്തിൻ്റെ പൈതലാകത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ അവരെ പറഞ്ഞു വിടാൻ വേണ്ടി ഉഴപ്പി ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് സംസാരിച്ച ദൈവം എന്നോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന ഓരോ ചെറിയ കാര്യവും ദൈവം കേട്ടോണ്ടായിരിക്കുന്നത്. ഭയങ്കരമാണ്. ചെറിയ കാര്യങ്ങൾ, നിസ്സാര കാര്യങ്ങൾ, നമ്മളതൊക്കെ പഠിക്കണം. വെറുതെ ഒന്നും ഇതിനകത്തൊന്നും നിൽക്കല്ല. വചനം പഠിക്കണം, ദൈവം ആരാന്ന് പഠിക്കണം. ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ഈ മരമൊക്കെ വെട്ടാനായിട്ട് സർക്കാർ നമ്പർ ഇട്ട് വെക്കും. നമ്പർ ഇട്ട് വെച്ച് അത് കുറേ നാളിങ്ങനെ നിൽക്കും, പക്ഷേ അത് വെട്ടും. ദൈവം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം വരെ പിടിച്ചിരിക്കും. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു ഞാനങ്ങ് വലിയ മിടുക്കിയായിട്ടൊക്കെ പോയി ഏതായാലും രക്ഷപ്പെട്ടു. തളർന്ന് കിടക്കുന്നിടത്തു നിന്നൊക്കെ എഴുന്നേറ്റു. അതിനിടയ്ക്ക് വേറൊരു കാര്യമുണ്ട്. ഈ തളർന്ന് കിടക്കുന്നിടത്ത് വെച്ച് ഞാനൊരു കാര്യം ചെയ്തു. എനിക്കിങ്ങനെ കിടക്കാൻ ഭയങ്കര മടി. 4 ആൺകുട്ടികളുടെ ഇടയിൽ ഒറ്റ പെണ്ണാണ് ഞാൻ. എനിക്ക് പെണ്ണിൻ്റെ സ്വഭാവമേ ഇല്ല.
ഈ ആമ്പിള്ളേരുടെ കൂട്ട് വള്ളത്തെ കയറുക, വെള്ളത്തിൽ ചാടുക, മരത്തെ കയറുക, എന്ത് കൊനഷ്ടം കാണിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ബാക്കി എല്ലാ മാർഗങ്ങളിലും ഞാൻ നടന്നു. അതൊക്കെ നിങ്ങൾ നെറ്റിൽ പോയി എൻ്റെ ടെസ്റ്റിമണി കേട്ടാൽ മതി. അതൊന്നും ഞാൻ പരസ്യമായിട്ട് പറയത്തില്ല. കാരണം എല്ലാം ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നാൽ എല്ലാം ഞാൻ പരീക്ഷിച്ചു. ഹല്ലേലൂയ, ആമേൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ യേശുവിനെ ആദ്യമേ ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. ഞാൻ പറഞ്ഞു, നീ ആരാ? അങ്ങനെയാണെങ്കിൽ നീ എന്നെ എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ. ഓർത്ത് നോക്കി, ശരീരത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് മുഴുവൻ തളർന്ന് 8 മാസം കിടന്ന ഞാൻ ഇന്ന് എത്രായിരം കിലോമീറ്ററുകൾ സഞ്ചരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഈ രാത്രി ഒരു വിടുതലിൻ്റെ രാത്രിയാ കേട്ടോ. ഹല്ലേലൂയ. അവൻ അത്ഭുതം ചെയ്യുന്ന രാത്രിയാ ഇന്ന്. ഹല്ലേലൂയ, 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 ആമേൻ, സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ദൈവമക്കൾ പറഞ്ഞു വന്നതൊന്നും ഞാൻ കേട്ടില്ല, അനുസരിച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്നാനത്തിൻ്റെ അവിടെ പോയിരിക്കുമ്പോൾ ഈ ശബ്ദം എന്നോട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് എന്നോട് പ്രാർത്ഥിക്കാൻ എന്താ യോഗ്യത? ഞാൻ ചോദിച്ചാൽ എനിക്കെന്താ യോഗ്യതയില്ലാത്ത? അപ്പോൾ പറയാണ്, നീ എൻ്റെ കൽപ്പന പ്രമാണിച്ചിട്ടില്ല. എനിക്കൊരു സ്വഭാവമുണ്ട് കേട്ടോ, അത് നല്ലതോ ചീത്തയോ ഒരാളോട് വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം, എനിക്ക് നിർബന്ധമാണ്. ചുമ്മാ പറയല്ല, പറഞ്ഞാൽ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞാണ് എന്ന് നീ എന്നോട് സംസാരിക്കൂ, അന്ന് ഞാനിത് പരസ്യമായി ചെയ്യും. അപ്പോൾ എനിക്ക് ആ പാടെ വിഷമമായി. എൻ്റെ ഇളയ മോൻ്റെ കല്യാണം നടന്നിട്ടില്ല, ഇനി ഞാനിത് പറഞ്ഞാൽ ഇവൻ ഒരിക്കലും പെണ്ണ് കിട്ടത്തില്ല. ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് യേശുവിനോട് ചേരുക എന്ന് പറയുന്നത്. സ്നാനപ്പെടുക എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കണ്ടത്തിലെ മൂപ്പൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ച്, തറപ്പണിയാണോ കാണിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഞാനിത് വായിച്ച് പഠിച്ചപ്പം ഇത് തറപ്പണിയാണെന്ന് ഇതിനകത്ത് എവിടെ എഴുതിയിട്ടില്ല, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ സകല ജാതികളെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞ് ഞാനിതെടുത്ത് വായിച്ച് കേൾപ്പിച്ച് പുള്ളി പറഞ്ഞ് തറപ്പണിയാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ എനിക്കറിയാം ഇത് ഭയങ്കര ഒരു വലിയ പ്രശ്നമായിട്ട് വരും. ഞാനിപ്പോൾ ഞാൻ 18 വർഷം ദൈവമില്ലെന്ന് പറഞ്ഞ് നടന്നിട്ട് ആർക്കും പ്രശ്നമില്ല. അതുകൂടെ ഓർത്തോണം. ഹല്ലേലൂയ. ഉണ്ടോ? നീ കള്ളു കുടിച്ച് നടക്കുന്ന ആർക്കും പ്രശ്നമില്ല. നീ മയക്കുമരുന്ന് അടിച്ച് കിടന്നാലും പ്രശ്നമില്ല. നീ എന്ത് ചെയ്താലും പ്രശ്നമില്ല. അടി കൂടിയാലും പ്രശ്നമില്ല. കുത്തും നടത്തിയാലും പ്രശ്നമില്ല. നീ മാനസിക രോഗിയായി നടന്നാലും അവർക്ക് ഒരു പ്രശ്നവുമില്ല. യേശുവിൻ്റെ അടുത്ത് വന്നാൽ പ്രശ്നമാണ്. 38 ആണ്ടാവണ അവിടെ കിടന്നിട്ട് ആർക്കും പ്രശ്നമില്ലുണ്ടോ? ഇപ്പം ശബത്തിലൊന്ന് എഴുന്നേറ്റപ്പോൾ പറയാം, നിന്നോടാര് പറഞ്ഞു എഴുന്നേക്കാൻ? ഹല്ലേലൂയ, ആമേൻ. അപ്പം ഞാനപ്പോൾ ഒരു കാര്യം കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അങ്ങനെ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഇളയ മകൻ്റെ കല്യാണം ഒന്ന് നടക്കട്ടെ, അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് സ്ഥാനപ്പെട്ടോളാം. പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ. പെട്ടെന്ന് കർത്താവ് എന്നോട് ചോദിക്കുക, അവൻ നിൻ്റെ മകനെന്ന് നിന്നോട് ആര് പറഞ്ഞു? അവൻ എൻ്റെ മകനല്ലയോ? ഞാൻ അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എന്താണെന്ന് നിനക്കറിയാമോ? അവന് മാരകമായ ഒരു രോഗം വന്നാൽ നീ എന്തോ ചെയ്യും? അപ്പം ഞാൻ ഓർക്കുകയാണ്, ജയിച്ചതിൻ്റെ 6ാമത്തെ ദിവസം ഈ മഞ്ഞപ്പിത്തം വന്നിട്ട് ബില്ലിറൂബിൻ്റെ ലെവൽ 14.6, നോർമൽ എന്ന് പറയുന്ന 0.8, മരിച്ചു പോകുമെന്ന് പറഞ്ഞ് മാറ്റിയിട്ടാ. അപ്പം എനിക്ക് ആ പാടെ വിഷമായി. ശരിയാണല്ലോ, ഇനി അങ്ങനെയാണ് എന്ത് കൊടുക്കുക. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ദൈവമായിട്ട് ഭയങ്കര സംവാദം നടക്കുമ്പോൾ എൻ്റെ കസിനെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ സഭയിൽ കയറി വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഇന്നത്തേക്ക് പ്രിപ്പയർ ചെയ്ത ദൂതല്ല, ഞാനൊരു ദൂതൻ എന്ന് പറയുന്നത് ആരാണെന്ന് വെച്ചാൽ ഏറ്റെടുത്തോണം. എനിക്ക് ഏറ്റെടുക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയത്തില്ല. അതൊക്കെ പെന്തക്കോസ്തിനകത്തെ ഭാഷയാണ്, അതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതിനൊരു 2-3 ആഴ്ച മുമ്പ് തൊട്ട് ഞാൻ ചുമ്മാതെ വേദപുസ്തകം എടുത്ത് തുറക്കും. വേദപുസ്തകം തുറക്കാതായിട്ട് 10-15 കൊല്ലമായി ഓർത്തോണം. എന്നെ കൊണ്ടായി പ്രസംഗിപ്പിക്കുന്നു. അപ്പോൾ വേദപുസ്തകം എടുത്ത് തുറന്ന ഉടനെ 45 ദിവസം കൃത്യത്തിന് നല്ലയോ കുമാരി കേൾക്കുക, ചെവി ചായ്ക്കുക, നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും മറക്കുക, എന്നാൽ രാജാവ് നിൻ്റെ സൗന്ദര്യം കാണും. ഞാൻ പറഞ്ഞു, കൊള്ളാം, നീ ആളൊട്ടും മോശമല്ലല്ലോ പിതൃഭവനത്തെ മറക്കാൻ. അവർക്ക് പ്രശ്നം ഉണ്ടായതിനാ ഞാൻ ഇറങ്ങിയ, പിന്നെ അവരെ മറക്കാൻ പറഞ്ഞാൽ എങ്ങനെ നടക്കും? ഞാൻ അടച്ചവിടോട്ട് വെക്കും. നിങ്ങൾ ഞാനിത് തമാശയായിട്ട് പറയല്ല, സംശയമുള്ളവർ പരീക്ഷിച്ച് നോക്കിക്കോ. പിന്നെ ഞാൻ എടുത്ത് തുറക്കുന്ന കറക്റ്റ് ആ സങ്കീർത്തനം, ആ വാക്യം.
ഒരു 3 പ്രാവശ്യം ആയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. എന്താ പ്രശ്നം? അപ്പം ഞാൻ ആ സഭയിലെ പാസ്റ്റർ കൂടെ കയറി വന്നിട്ട് പറയുകയാണ്, ഇതിന്ന് ആരോടുള്ള ദൂത, ഞാൻ ഇന്ന് സഭയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ദൂതല്ല, ദൈവം ആരോട് ഇടപെടുന്നു, നിങ്ങൾ ഏറ്റെടുത്തോണം. ഏറ്റെടുക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പുള്ളി എവിടെ എന്ന് പറയുന്നത് എന്താണെന്നറിയാം, അബ്രഹാമിനോട് തൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് പോക എന്ന് പറഞ്ഞു. അബ്രഹാം അനുസരിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കുക, ഇതില്ല, ഈ സംഭവം ഇല്ല എന്നോടും പറയുന്നേ. ആമേൻ, ഹല്ലേലൂയ. അബ്രഹാം അനുസരിച്ചു, ദൈവം അവനെ അനുഗ്രഹിച്ചു. അപ്പം ഞാൻ പതിയെ ഇങ്ങനെ കരയുന്നിടത്തുനിന്ന് തർക്കിങ്ങിനടുത്തുനിന്ന് ഇങ്ങനെ പതിയെ തലമൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഈ പിതൃഭവനത്തെ മറക്ക, ചാർച്ചക്കാരെ മറക്ക, ഇതൊക്കെ ഇല്ലേ എന്നോടും പറഞ്ഞ സംഭവം. പിണങ്ങാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പറയാം. 16 ഏക്കറിൽ പള്ളി ഉണ്ടാക്കി, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും, സൺഡേ സ്കൂളിൽ 1ാമത് വാക്യം പറയും, എല്ലാം സംഭവം. പക്ഷേ അബ്രഹാം എന്തോ വിട്ടേച്ച് എവിടോട്ട് പോയെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ എന്നത് ആരോടും പറയണ്ട കേട്ടോ. പലയിടത്തും മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ അവർക്ക് അതുപോലെ അന്നറിയത്തില്ലെന്ന് പറഞ്ഞ് ഇന്നറിയാം. ആമേൻ, ഹല്ലേലൂയ. ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പിന്നൊരു ശബ്ദം, അബ്രഹാമിനോട് തൻ്റെ ഏകജാതനായ പുത്രനെ, താൻ സ്നേഹിക്കുന്ന മകനെ ഇസ്ഹാക്കിനെ തന്നെ യാഗം കഴിക്കാൻ പറഞ്ഞു. അബ്രഹാം അനുസരിച്ചു, ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ അടുത്ത ശബ്ദം എന്നോട് ഞാൻ കേൾക്കുക, നീ ഏറ്റവും പ്രിയപ്പെടുന്നതിനെ, നിനക്കിഷ്ടമുള്ളതിനെ നീ യാഗം കഴിക്കാമെങ്കിൽ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ആമേൻ. അപ്പം എനിക്കാണെങ്കിൽ ഈ കാതും കഴുത്തും പറിച്ച് ഈ പശുവിൻ്റെ കഴുത്തിലെ കയറൂരിയ പോലെ നടക്കുന്നതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പശുവിൻ്റെയൊക്കെ കഴുത്തിൽ നിന്ന് കയറൂരി വിട്ടേക്കുന്ന പോലെ ഈ കാത് കഴുത്തെല്ലാം മറിച്ച് കിടക്കുമ്പോഴത്തേക്ക് എനിക്കങ്ങ് നാണക്കേട് കൊണ്ട് പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റുന്നത്. അപ്പം ഭർത്താവ് പറയുകയാണ്, നിനക്ക് ഇഷ്ടമുള്ളതിനെ, നീ പ്രിയപ്പെടുന്നതിന് നീ യാഗം കഴിക്കാമെങ്കിൽ. അപ്പം ഞാൻ വിചാരിച്ചു, ശരി, ഇതെല്ലാം കളഞ്ഞേക്കെ, എന്നാലും എൻ്റെ കുടുംബം രക്ഷപ്പെടുമല്ലോ. ഹല്ലേലൂയ. ഞാനൊരു പറയാം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വില കൊടുക്കാൻ പഠിക്കണം കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. അപ്പം ഞാൻ പറഞ്ഞു ശരി, സമ്മതിച്ചു. അടുത്താണ് പിന്നെ പറയുന്നത് മോൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിക്കുക, അവൻ പറയുകയാണ്, അവൻ നിൻ്റെ മകനല്ല, എൻ്റെ മകനല്ലേ, ഞാൻ ഒരുക്കിയിട്ടുള്ളത് എന്താണെന്ന് നീ അറിയത്തില്ല. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ശരി, സമ്മതിച്ചു, തീർന്നല്ലോ. സമ്മതിച്ചു എന്ന് ഞാൻ പറഞ്ഞു സമ്മതിച്ചു കർത്താവേ. ഞാൻ മിണ്ടിയില്ല, ആരോടും മിണ്ടിയില്ല, അവിടുത്തെ പാസ്റ്ററോടും പറഞ്ഞില്ല. ഞാനൊരു ഞായറാഴ്ച സഭ ഇത് കഴിഞ്ഞിട്ട് ഒരു വ്യാഴാഴ്ച ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഇളയ മോനോട് പറഞ്ഞു, മോനെ ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചെന്നു. എൻ്റെ അമ്മേ, ഭയങ്കര ചതിയായിപ്പോയല്ലോ. അച്ചാച്ചൻ്റെ കല്യാണം നടത്തി, ഇനി എനിക്കെവിടുന്ന് പെണ്ണ് കിട്ടാൻ? അവൻ്റെ വിഷമം അതാ. ഞാൻ പറ്റുകയാണെങ്കിൽ ഒരിക്കൽ കൊണ്ട് കാണിക്കാൻ പുള്ളിയെ. പുള്ളി പെണ്ണും കെട്ടി നല്ല 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കതറിയത്തില്ല, ഒന്നീ നീ പൗലോസ് അപ്പോസ്തലൻ അല്ലേ പത്രോസ്. കർത്താവ് പറഞ്ഞു, നീ അവൻ എൻ്റെ മകനാന്ന് പറഞ്ഞു, അതുകൊണ്ട് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. സത്യം മനസ്സിലാകുമ്പോൾ നീയും എൻ്റെ കൂടെ കാണുമെന്ന്. പുള്ളി പറഞ്ഞു, ഒരു കാരണവശാലും അത് നടക്കത്തില്ല, ഞങ്ങളൊക്കെ മര്യാദയ്ക്ക് സ്തോത്രം പറഞ്ഞ് മര്യാദയ്ക്ക് ജീവിക്കുന്നവരാ, നിങ്ങൾ ഈ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ ഹല്ലേലൂയ എന്നൊക്കെ നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് സഹിക്കാനേ പറ്റത്തില്ല, അമ്മയ്ക്കിപ്പോൾ ഇതിൻ്റെ ഓരോ ആവശ്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു അത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയെ ഞാൻ കിട്ടുമ്പോഴൊക്കെ പുള്ളിയെ വിളിച്ച് ഈ ഞാൻ പോകുന്ന സഭയെ കൊണ്ടുപോകുമ്പം പുള്ളി 2 കൈയും ചെവിയിലിട്ടുകൊണ്ട് ഓടി പുറത്തിറങ്ങും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സെംകോമിൻ്റെ പരീക്ഷയാണ്, പഠിക്കാൻ വെക്കേഷനായി എൻ്റെ കൂടെ വന്ന് അവിടെ താമസിക്കും. ഞാൻ എറണാകുളത്ത് ആ സമയത്ത് ബിസിനസ്സൊക്കെ ആയിട്ട്, അപ്പോൾ എൻ്റെ കൂടെ വന്ന് താമസിച്ചപ്പോൾ ഞങ്ങൾ 3-4 പേര് ഇരുന്ന് പ്രാർത്ഥനയാണ്. എനിക്ക് പിന്നെ അങ്ങനെ ഇത് ഒരു കാര്യം അറിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുഴുവനായിട്ട് അറിഞ്ഞ് അങ്ങനെ ശരിയാണ്, അല്ല ചുമ്മാ ഉടായിപ്പൊന്നും എനിക്കിഷ്ടമില്ല കേട്ടോ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ എന്നെപ്പോഴും പറയുന്ന മലയാളം നിങ്ങൾ തമിഴർക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. നായ് വേഷം കിട്ടിയാൽ കുരയ്ക്കണം, നീ നായുടെ വേഷം കിട്ടിയെങ്കിൽ കുരയ്ക്കണം, നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ അങ്ങനെ ജീവിക്കണം. അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു. തമ്പുരാൻ പറഞ്ഞു, നീ ശീതവാനോ അല്ല ഉഷ്ണവാനോ അല്ലെങ്കിൽ ഞാൻ നിന്നെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും, നീ ദൈവപൈതലാണെന്ന് പറയണം. ഹല്ലേലൂയ. കണ്ടത്തിക്കാരുടെ കുടുംബയോഗത്തിന് പോകുമ്പോൾ ഇച്ചിരി മാല ഇട്ടുകൊണ്ടൊന്നും പോകണ്ടെന്ന്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാന്ന് പറയാൻ എനിക്ക് ചങ്കൂറ്റം വേണം.